വിമർശനങ്ങൾക്കൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ അനുശോചിച്ച് ഇന്ത്യ. അതേസമയം ഇന്ത്യൻ തീരത്ത് നിന്ന് മടങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക തകർത്തതിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തീരത്തടുക്കുന്ന ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പലിനും ഭീഷണിയുണ്ടെന്ന് ശ്രീലങ്ക അറിയിച്ചു. ഇതിനിടെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. സൗഹൃദ രാജ്യമായ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ ഇന്ത്യ അനുശോചനം അറിയിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്ത്യയുടെ അനുശോചനം. ഡൽഹിയിലെ ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അനുശോചന പുസ്തകത്തിൽ ഒപ്പുവച്ചു. ഇതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ വിവാദം തുടരുകയാണ്. അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നാണ് വിമർശനം. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ യുദ്ധക്കപ്പൽ തകർത്തതിൽ ഇനിയും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. 100-ലേറെ നാവികരുമായി ഇറാന്റെ രണ്ടാം യുദ്ധക്കപ്പൽ തീരത്തോടടുക്കുകയാണ്. ഈ കപ്പലിനും ഭീഷണിയുണ്ടെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.